ശ്രീ നികേഷ് കുമാറാണ്. അതിനായി നികേഷിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യ അധ്യക്ഷൻ സെമിനാർ ഉദ്ഘാടനം ചെയ്ത മാതൃഭൂമിയുടെ MD-യും പ്രമുഖ മാധ്യമപ്രവർത്തകനുമായ ശ്രീ MV ശ്രേയാംസ് കുമാർ, എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ സരിൻ, ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, വളരെ ചുരുക്കിയാണെങ്കിലും കാര്യമാത്ര പ്രസക്തമായ വിധത്തിലാണ് MV ശ്രേയാംസ് കുമാർ ഇവിടെ ഈ സെമിനാറിൻ്റെ വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇന്ന് നമ്മൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരു സെമിനാർ നടത്തുമ്പോൾ ശ്രീ ശ്രേയാംസ് കുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നമുക്ക് കേരളത്തിൻ്റെ മാത്രം കണ്ണിലൂടെ ഇന്ന് മാധ്യമങ്ങളെ നോക്കിക്കണ്ടാൽ പോരാ. അധിക സമയമില്ല, കൂടുതൽ ആളുകൾ സംസാരിക്കാനുള്ളത് കൊണ്ടും കൂടുതൽ സംസാരിക്കാൻ എപ്പോഴും ഒരു താല്പര്യമുള്ള ആൾ എന്നുള്ള നിലയിൽ ഞാൻ എന്നെ സ്വയം നിയന്ത്രിക്കേണ്ടതുണ്ട്. ശ്രേയാംസ് കുമാർ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് രാജ്യത്തുണ്ടാകുന്ന മാറ്റങ്ങളാണ്. നമുക്കറിയാം 1991 ഉദാരവൽക്കരണത്തിന് ശേഷം കോർപ്പറേറ്റുകൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ എഡിറ്റോറിയലുകളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ രാജ്യത്ത് അവർക്ക് ഒരു സ്വയംഭരണാധികാരം ഉണ്ടായിരുന്നു. കോർപ്പറേറ്റുകൾ കേന്ദ്ര സർക്കാരുമായി വിലപേശുന്നതിനാണ് മാധ്യമങ്ങളെ ഉപയോഗിച്ചതെങ്കിൽ കൂടി മാധ്യമങ്ങൾ ഒരു പരിധിവരെ സ്വയംഭരണാവകാശം നിലനിർത്തി. പക്ഷേ ഇപ്പോൾ ശ്രീ ശ്രേയാംസ് കുമാർ ചൂണ്ടിക്കാണിച്ച മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിലാണ്. 2021 തന്നെ കണക്കനുസരിച്ച് 72 ടെലിവിഷൻ ചാനലുകൾ അംബാനിയുടെ കയ്യിലുണ്ട്. 1,20,000 മാധ്യമങ്ങൾ ആകെയുണ്ട്. 22,000 വർത്തമാന പത്രങ്ങളുണ്ട്. 950 ടെലിവിഷൻ ചാനലുണ്ട്. അതിൽ 350 വാർത്താ ചാനലുകളാണ്. ഇവയിൽ 72 ടെലിവിഷൻ ചാനലുകൾ അംബാനിയുടെ കയ്യിലെത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് 96 എന്നാണ് ശ്രേയാംസ് തിരുത്തുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, 21 കണക്കാണ് 72 എന്ന് പറയുന്നത്, ഇപ്പോൾ അത് 96 ആയിരിക്കുന്നു എന്നുള്ളതാണ്. 60% സ്ട്രീമിങ്ങും റിലയൻസിൻ്റെ കയ്യിലാണ്. 2.32 ട്രില്യനാണ് ഇന്ത്യയുടെ മാധ്യമ സ്ഥാപനങ്ങളുടെ ആകെ മൂല്യമെങ്കിൽ മഹാഭൂരിപക്ഷവും കൈയാളുന്നതും അംബാനിയാണ് എന്ന് നമുക്കറിയാം. അംബാനി മാത്രമല്ല, അതോടൊപ്പം അദാനിയും ഇപ്പോൾ വളരെ വേഗത്തിൽ അംബാനിയോടൊപ്പം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. NDTVയുടെയും ദ ക്വിൻറ്റിൻ്റെയും ഒക്കെ ഹോസ്റ്റൈൽ ടേക്ക് ഓവറിലൂടെ നമുക്കത് ഈ സമീപ മാസങ്ങളിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുള്ളതുമാണ്. രാജ്യത്ത് ശ്രേയാംസ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ബഹുസ്വരത ഉണ്ടായിരുന്നു. ഒരു എല്ലാ വിഭാഗം ആളുകളെയും പ്രതിനിധീകരിക്കുന്ന ഒരു മാധ്യമ ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്നു. ശരിയാണ്, അപഭ്രംശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഓരോ മാധ്യമങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ കുറിച്ചൊക്കെ നമ്മളിന്ന് പാഠപുസ്തകങ്ങൾ പോലെ പഠിക്കുന്നുണ്ട്. പക്ഷെ ആ അപഭ്രംശങ്ങളിൽ നിന്നും യഥാർത്ഥത്തിൽ തിരിച്ചറിവുണ്ടാവുകയും ആ തിരിച്ചറിവിൻ്റെ അനുഭവങ്ങളിലൂടെ മാധ്യമങ്ങൾ
പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു എങ്കിൽ 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടം വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മൾ പോസ്റ്റ് ട്രൂത്ത് എന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ മാത്രം സാഹചര്യമല്ല. ഒരു ഘട്ടത്തിൽ റൂപ്പർട്ട് മർഡോക്ക് എന്ന് പറയുന്ന മാധ്യമ മുതലാളിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഇലോൺ മസ്കിനെ കുറിച്ചാണ്. ഇലോൺ മസ്ക് 2021 ട്വിറ്റർ ഏറ്റെടുത്തിട്ടുള്ളത് $44 ബില്യൺ 4400 കോടി. ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ 3,74,000 കോടി. 3,74,000 കോടി രൂപ യഥാർത്ഥത്തിൽ ട്വിറ്ററിൻ്റെ മൂല്യമല്ല, അധികരിച്ച മൂല്യമാണ്. അങ്ങനെ അധികരിച്ച മൂല്യത്തിന് ട്വിറ്റർ ഏറ്റെടുത്ത് എക്സ് എന്ന് മൊഴിമാറ്റം ചെയ്ത ആ പ്രക്രിയയ്ക്ക് അമേരിക്കയിലെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോഴും ആ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ ഇലോൺ മസ്ക് ടെസ്ല നടത്തുന്ന അല്ലെങ്കിൽ സ്പേസ് എക്സ് നടത്തുന്ന ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ് എന്ന് പറയുന്ന മൈക്രോ ബ്ലോഗർ സാധാരണഗതിയിൽ ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ പുഷ്ടിപ്പെടുത്താനാണെങ്കിൽ ഒരു സാഹചര്യത്തിലും ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം എക്സ് ആവശ്യമില്ല എന്ന് നമുക്കറിയാം. പക്ഷേ എക്സ് ഏറ്റെടുക്കുന്നത് എന്തിനാണ് എന്ന് നമുക്കിപ്പോൾ 2024-25 കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ വളരെ കൃത്യമായി റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ ചിന്തിക്കുമ്പോൾ ബോധ്യമാവുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്പേസ് എക്സിലോ ടെസ്ലയിലോ മാത്രമായി അദ്ദേഹത്തിൻ്റെ താല്പര്യം അവസാനിക്കുന്നില്ല. ലോകരാഷ്ട്രങ്ങളിൽ ഇടപെടണം എന്നുള്ള കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 3,74,000 കോടി രൂപയ്ക്ക് ഇലോൺ മസ്ക് ട്വിറ്റർ ഏറ്റെടുത്ത് തൻ്റെ സ്ഥാപനമാക്കി എക്സ് ആക്കി മാറ്റിയിട്ടുള്ളത്. 80%. അവിടെയുണ്ട് വ്യത്യാസം. നോക്കിപ്പോൾ NDTV നമ്മൾ ദക്ഷിണേന്ത്യയിൽ കാണുന്ന ഒരു ടെലിവിഷൻ ചാനലായിരുന്നു. ഇന്നിപ്പോൾ NDTV ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ എൻ്റെ ഒരു വാർത്താ ശേഖരണത്തിന് വേണ്ടി NDTV കാണാറില്ല. അത് അദാനി ഏറ്റെടുത്തതോടുകൂടി നേരത്തെ ഷേംസ് ചൂണ്ടിക്കാണിച്ചതുപോലെ വൈവിധ്യമുള്ള ഒരു വാർത്താ സംസ്കാരത്തിൽ നിന്ന് ഒരു ഏകശിലാമാനകമായ വാർത്താ സംസ്കാരത്തിലേക്ക് പോകുന്നു എന്നുള്ള നിലയിലേക്കാണ്. അപ്പോൾ നമ്മൾ ടൈംസ് നൗ കാണുന്നതും റിപ്പബ്ലിക് TV കാണുന്നതും ഇപ്പോൾ NDTV കാണുന്നതും ഒരുപോലെ ആകുമ്പോൾ നമ്മൾ NDTVയും ഉപേക്ഷിക്കുന്നു എന്നുള്ള നില വന്നിരിക്കുന്നു എന്നുള്ളതാണ്. സമാനമായ വിധത്തിൽ ഇപ്പോൾ അമേരിക്കയിലെ അല്ലെങ്കിൽ നമ്മുടെ ലോകമാകമാനം വിന്യസിച്ച് കിടക്കുന്ന മൈക്രോ ബ്ലോഗറായിട്ടുള്ള എക്സ് ഏറ്റെടുത്ത ഉടൻ തന്നെ 80% മൂല്യം എക്സിൻ്റെ കൂടെ നോക്കൂ. 3,74,000 കോടി രൂപയിൽ നിന്ന് 80% മൂല്യം ആ സ്ഥാപനം ഏറ്റെടുക്കുന്ന മുറയ്ക്ക് ചോർന്നു പോവുകയാണെങ്കിൽ എന്തായിരിക്കണം ആ പറയുന്ന മാധ്യമ മുതലാളിക്ക് സാധാരണഗതിയിൽ സംഭവിക്കേണ്ടത്? പക്ഷെ സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഇലോൺ മസ്കിൻ്റെ മൂല്യം ഇരട്ടിയായി വർദ്ധിക്കുകയാണ് എന്ന് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നത് ഈ എക്സ് ഏറ്റെടുത്ത് എക്സിലൂടെയുള്ള പ്രചരണം മാത്രമല്ല, എക്സിലൂടെ ശക്തി സംഭരിക്കുന്ന ശക്തി സംഭരിക്കുന്ന ഇലോൺ മസ്ക് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ ഡൊണാൾഡ് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ നേരിട്ടിടപെടുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ വരുന്നവരിൽ ഒരാളെ നറുക്കെടുത്ത് $1 മില്യൺ അവരിൽ ഒരാൾക്ക് നൽകുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കമലാ ഹാരിസിനെ ഡൊണാൾഡ് ട്രംപിന് തോൽപ്പിക്കാനായിട്ടുള്ളത്? മദ്രാസുകാരിയാണ് അല്ലേ കമലാ ഹാരിസ് എന്ന് പറയുന്നത്? മദ്രാസുകാരിയുടെ മകളാണ്. അപ്പോൾ ഒരു മദ്രാസുകാരിയുടെ മകൾക്ക് വൈറ്റ് സുപ്രീമിസ്റ്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ കഴിയുന്നു എന്ന് പറയുന്നതിന് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. ഒരു ഘട്ടത്തിൽ നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ ടെലിവിഷൻ ഷോയിലൂടെയാണ് സാധാരണഗതിയിൽ പുരോഗമിക്കാറുള്ളത്. 3 ടെലിവിഷൻ ഷോ ഉണ്ട്. ഒന്നാമത്തെ ടെലിവിഷൻ ഷോയിലൂടെ തന്നെ കമലാ ഹാരിസ് ഡൊണാൾഡ് ട്രംപിനെ മറികടക്കുന്നു. ആദ്യത്തെ ടെലിവിഷൻ സംവാദത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പ്രഖ്യാപിക്കുന്നു, ഞാൻ ഇനി ടെലിവിഷൻ ഷോയിലില്ല എന്ന് തീരുമാനിക്കുന്നു. നോക്കൂ, ഒരു ഘട്ടത്തിൽ 3-4 പോയിന്റ് മാത്രം മുന്നിൽ നിന്നിരുന്ന ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, വീണ്ടും കമലാ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഈ പറയുന്ന ടെലിവിഷൻ സംവാദത്തിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് പിൻവാങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അദ്ദേഹത്തിൻ്റെ പരാജയം ഏതാണ്ട് ഉറപ്പായി മാറിക്കഴിഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെയാണ് ഇലോൺ മസ്ക് എന്ന് പറയുന്ന വ്യവസായി ഇടപെടുകയും ഡൊണാൾഡ് ട്രംപിൻ്റെ വിജയത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡൊണാൾഡ് ട്രംപ് വിജയിച്ചു കഴിഞ്ഞ സമയത്ത് ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഒരു കാര്യമുണ്ട്, എ സ്റ്റാർ ഈസ് ബോൺ, ഒരു നക്ഷത്രം ജനിച്ചിരിക്കുന്നു എന്ന്. ഇപ്പോൾ നോക്കൂ, ലോകമാകമാനം
ഒന്നാം ഘട്ടത്തിൽ മാധ്യമ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സർക്കാരുമായി അല്ലെങ്കിൽ ഏതൊക്കെ ഗവൺമെൻറ്റുകളാണോ ഓരോ രാജ്യത്തുള്ളത് അവരുമായി നല്ല ബന്ധത്തിൽ ഏർപ്പെടുന്നു. രണ്ടാം ഘട്ടത്തിലാവുമ്പോഴേക്കും അവർക്ക് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്നുള്ള നില വന്നു.